అందమైన యదునందనుపై కుందనదన విరమోదక పరిమళ గంధము కొయ్యరుగా. സീരി നിർത്തിട്ട് കാര്യം പറമ്മ. ആർക്കാ ഇപ്പൊ കല്യാണം? നീ കിടന്ന് തുള്ളല്ലേ, പറയാ ആരാണെന്ന്. കാര്യം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടിയത്. ചെറുക്കന്റെ ഇങ്ങോട്ടൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ നേരത്തെ നോക്കാമെന്ന് പറഞ്ഞിരുന്നപ്പോ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോ എല്ലാവരും ഉള്ള സ്ഥിതിക്ക് നമുക്കത് അങ്ങോട്ട് നിശ്ചയം അങ്ങോട്ട് നടത്തി വെക്കാലോ എന്ന് വിചാരിച്ചു. അല്ലമ്മ, ആളാരാണെന്ന് പറഞ്ഞില്ല. ആർക്കാ കല്യാണം? സിദ്ധുവേട്ടൻ പറ, സിദ്ധുവേട്ട ആളാരാണെന്ന്. ഞാനോ? അതിലൊക്കെ നീയാ നല്ലത്. നീ പറഞ്ഞാ മതി ആളാരാണെന്ന്. നേരം വെളുത്താലും ആളാരാണെന്നൊന്ന് പറയൂ. കൊറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നീ പറ. ആരെങ്കിലും ഒരാൾ പറ, ആരാ ആള്? ശരി, ഞാൻ തന്നെ പറയാം. ആള് ദുർഗക്ക് നീ ഇവിടുന്ന് പോയ ടൈമിന് വന്ന ആലോചനയാണിത്. അപ്പോ ജോത്സ്യൻ പറഞ്ഞ സമയം അടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വല്യച്ഛനോടും കൂടി സംസാരിച്ചു ഈ ആലോചന വന്നു. അപ്പൊ വല്യച്ഛന് ഇഷ്ടപ്പെട്ടു. നല്ല തറവാട്ടുകാരാണ്. ചെറുക്കൻ നല്ല ചെറുക്കനാണ്. ചെറുക്കന് വിദേശത്താണ് ജോലി. എല്ലാം ഇഷ്ടപ്പെട്ട രീതിക്ക് നമ്മുടെ അതിൽ ഒത്തു വന്നൊരു ആലോചന ആയതുകൊണ്ട് ഞങ്ങളത് അങ്ങോട്ട് ഉറപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇപ്പൊ നിശ്ചയം നടത്തി വെച്ചാലോ എന്നുള്ളൊരു തീരുമാനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിശ്ചയം നടത്തി വെക്കാം എന്നാണ് ആലോചിക്കുന്നത്. അതിന്റെ അഭിപ്രായമാണ് ഇപ്പൊ അറിയേണ്ടത്. അഭിപ്രായ വ്യത്യാസം വരാൻ ഇപ്പൊ എന്തുവാ? ദുർഗക്ക് 100 വട്ടം സമ്മതം. മോളുടെ മുഖം കണ്ടല്ലോ അറിയത്തില്ലേ? അല്ലേടി ദുർഗ? അമ്മ ഇങ്ങോട്ട് ആലോചിക്കുന്നു. അമ്മക്ക് ഇതങ്ങോട്ട് നടത്താം. ഇത്ര നാളെ ഇവര് സത്യം വെച്ചിട്ട് എല്ലാ ബാധ്യതയുടെ അടുത്ത് നിങ്ങളെന്നെ പറഞ്ഞേക്കാൻ പോവാണോ? വിട് പറഞ്ഞു വിട്. എങ്ങോട്ടാന്ന് വെച്ചാ പറഞ്ഞു വിട്. പോയി കെട്ടടി, കെട്ടിപ്പോടി. എന്തിനു നടക്കുവാ വെറുതെ? എന്റെ അനുവാദമില്ലാതെ എന്റെ ലൈഫിൽ കയറി ഡിസിഷൻ എടുക്കാൻ നീ ആരാ? ആവശ്യമില്ലാതെ എന്റെ ലൈഫിൽ കയറി സംസാരിക്കാൻ നീ വരണ്ട. നീ നിന്റെ ലൈഫ് സേഫ് ആക്കില്ലേ? ദുർഗ മതി, നിർത്ത്. അപ്പൊ നീ വന്നേ. നിനക്ക് എവിടെ എന്താ സംസാരിക്കേണ്ടെന്ന് അറിയില്ല. അപ്പൊ ഫ്രണ്ടിനെ പറഞ്ഞപ്പോ കൊണ്ടല്ലേ എന്റെ വീട്ടിൽ നിന്നിട്ട് എന്നോട് നിർത്താൻ പറയാൻ നീ ആരാ? അമ്മോ, അത് നിർത്ത്. നീ കയറിപ്പോ. മോളവള് പറഞ്ഞൊന്നും കാര്യത്തിലെടുക്കണ്ട. അവൾക്ക് കല്യാണക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലെ അവള്. നിങ്ങൾ ക്ഷമിക്കണം. അതെ, മോളിതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ. അയ്യോ അമ്മ, എന്താ അമ്മ ഇങ്ങനെ പറയുന്ന? ഞാനും അമ്മയുടെ മോളല്ലേ, എന്നോട് ക്ഷമ പറയാൻ പാടുണ്ടോ? പിന്നെ മാരേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 വ്യക്തികൾ തമ്മിലല്ലല്ലോ, 2 ഫാമിലി ഇല്ലേ അതിനകത്ത്. അവൾ പറഞ്ഞൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല. ദുർഗ മെച്ചുവേർഡായ കുട്ടിയല്ലേ, അവളുടെ ലൈഫ് ചൂസ് ചെയ്യാൻ അവൾക്കും ഇല്ലേ അവകാശം? അവൾക്കും അവകാശമുണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തീരുമാനിക്കാം. അവളുടെ ലൈഫ് ചൂസ് ചെയ്യാൻ അവൾക്കും ഒരനുവാദം കൊടുത്താൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നാളെ രാവിലെ ചോദിക്കാം ഇതിനെപ്പറ്റി. മോള് പറഞ്ഞതിലും കാര്യമുണ്ട് രാധികെ. നാളെ രാവിലെ സംസാരിക്കുക ഇതിനെപ്പറ്റി. എന്നാ മോള് പോയി കിടന്നോട്. ഡി, നിന്റെ അച്ഛനമ്മ അവിടെ നിന്നോണ്ടാ നിന്റെ കാരണത്തെ ഞാൻ കൈവെക്കാഞ്ഞത്. നീ വെറുതെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അഹങ്കാരമാവാം, അതെനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് ഓവറാവരുത് കേട്ടാ. നീ വെറുതെ നോക്കി പേടിപ്പിക്കല്ലേ. ഇതല്ല, ഇതിന്റെ അപ്പുറം കണ്ടു വന്നതാ ക്രിസ്റ്റി. നീ എനിക്ക് വെറുതെ പണി ഉണ്ടാക്കരുത്. അതിന് ധൈര്യത്തിന്റെ ആവശ്യമൊന്നുമില്ല, 2 കാലുണ്ടായാ മതി. അവിടെ നിക്കടി, അവളുടെ ഒരു അഹങ്കാരം. ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ ഞാനിപ്പോൾ അച്ഛനെ വിളിക്കും. അച്ഛനെ വിളിക്കണോ? ശരി, അച്ഛനെ വിളിക്കും. വിളിക്കടി. അച്ഛാ അച്ഛാ. ഗന്ധമു പൊയ്യരുക പന്നീരു ഗന്ധമു పొయ్యరుగ అందమైనయదు నందనుపై కుందరదనలిరమోదక పరిమళ గంధము పొయ్యరుగ గంధము పుయ్యరుగా పన్నీరు గంధము పుయ్యరుగా. വിട് വിട്, നീ ഇറങ്ങിപ്പോയാലോ റോമിന? അതെ, ഞാൻ. ഇതല്ല, ഇതിനേക്കാൾ. നീ എന്നെ വെറുതെ പ്രൊവോക്ക് ചെയ്യരുത്. എന്നാ ഞാനങ്ങോട്ട് പോട്ടെ ദുർഗാദേവി. പിന്നെ ഇപ്പൊ താഴെ അച്ഛനമ്മയും പറഞ്ഞ കാര്യങ്ങൾക്ക് നാളെ നിന്റെ അടുത്തൊരു മറുപടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അവര് നാളെയും ചോദിക്കും. സുന്ദരനു സൂര്യനു ഇന്ദിരനു എൻ ചന്ദ്രനു എന്നുവരും മമ മന്ദിരത്തിൽ ഇന്ദു കലാധരനൻ കാന്തൻ നീലാംബരി നീ വൈകാതെ ചൊല്ലു കണ്ടു കണ്ടു പ്രാണനാഥനെ കണ്ടു. ഇതാണാണോ പെണ്ണാണോ ഈശ്വര? അത് ഞാൻ അറിയിച്ചു തരുന്നുണ്ട്. പോട്ടെ. നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? ഞാൻ അവളെ ദേഷ്യമാക്കാൻ പറഞ്ഞതാ, അല്ലാതെ. അതെയോ? എന്നിട്ടിപ്പോ എന്തായി? ആ പോട്ടെ, റെഡിയാക്കാം. എന്ത് റെഡിയാക്കാന്ന്? എന്റെ പൊന്നേ, നീ റെഡിയാക്കിയെടുത്തോളം മതി. നീ പോയി കിടന്നുറങ്ങി. ഓക്കെ ബേബ്, ഗുഡ് നൈറ്റ്. കണ്ണൂഞ്ചലാടി ഇരുന്നാൾ കാഞ്ചനമാലൈ. എന്താടാ അന്നമ്മേ? അന്നമ്മേ എന്താ എന്താ പറഞ്ഞ? നിനക്ക് എന്തടി, എന്ത് പറ്റി? നീ എന്താ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? എന്ത്? ഒന്നുമില്ല. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. പോണേ. നിനക്ക് എന്ത്? തമ്പുരാട്ടി മെത്തയിൽ നിദ്രയെ പുൽകിയോ? ഇല്ല, ഇപ്പൊ പുൽകും. എന്തേ? ഓഹോ, എന്നാ പിന്നെ എന്റെ പൊന്നുമോളിപ്പോ പുൽകണ്ട. ഇല്ല, എനിക്കിപ്പൊ തന്നെ പുൽകണം. എന്തേ? ഇതാണ് നിന്റെ കുഴപ്പം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം. ഒന്ന് മാറ്റിപ്പിടി മോളെ. നീ വീട്ടിൽ ഉറങ്ങിച്ചിട്ട്? അത് ഞാൻ ഉറങ്ങിക്കോളാം, നീ ഉറക്കണ്ട. ഞാൻ അതിനല്ല ഇപ്പൊ വന്നത്. ഇനി മണ്ടി, നിന്നെ കെട്ടിക്കാൻ ഞാൻ മുമ്പ് നിൽക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനൊരു തമാശ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ലേ മണ്ടി. അയ്യേ, ചേച്ചിയുടെ കുറുമ്പി കരയാ. നീ ഒരു പൊട്ടി പെണ്ണ് തന്നെ ആളോടി. കോളേജിലായിട്ടും വിവരം വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. നാണം ഉണ്ടോ? ഉണ്ടോ? നാണം ഉണ്ടോ? നീ അച്ഛനമ്മയുടെ ടെൻഷൻ കണ്ടില്ലേ? അവർക്ക് നീയെങ്ങാനും ഇനി കെട്ടാണ്ട് ഇവിടെ നിന്ന് പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവരിപ്പോഴേ കല്യാണം ആലോചിക്കുന്നത്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോത്സ്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മക്ക് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. അമ്മ ജോത്സ്യം പറയുന്നതേ കേക്കും. നീ കെട്ടാണ്ട് ഇവിടെ നിക്കല്ലേ, അങ്ങനെയൊന്നും ചെയ്യരുത്. ചേച്ചിക്കും ഒരു കല്യാണം കഴിക്കേണ്ടതാണ്. നിന്നെ ഒന്ന് കെട്ടിച്ചു വിട്ടിട്ട് വേണം ചേച്ചിക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ വിചാരം എന്റെ ചേച്ചിക്കുണ്ടല്ലേ, അത് നിന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളു. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടടാ. നീ ഒന്ന് പറ അച്ഛൻ്റെ അടുത്ത്. അല്ലടി, നിന്നെ നാളെ തന്നെ വിളിച്ച് കെട്ടിക്ക. അവളുടെ ഒരു കല്യാണം ഇപ്പോഴല്ല, ഒരു 1 year ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനുള്ളില് കല്യാണം കഴിപ്പിച്ചു വിടുന്ന കാര്യമാണ് അച്ഛൻ സംസാരിച്ചത്. അല്ലാണ്ട് നാളെ തന്നെ നിന്നെ പിടിച്ച് കെട്ടിക്കാന്നല്ല പറഞ്ഞത്, മനസ്സിലായോ? പിന്നെ ആ ഒരു സമയം കൊണ്ട് ചേച്ചിയുടെ മോൾ എന്ത് ചെയ്യണമെന്നറിയോ? അച്ഛനമ്മേനെ വിഷമിപ്പിക്കാത്ത ഒരു തീരുമാനം എടുക്കണം. നിന്റെ ഇഷ്ടമാണ് ഞങ്ങൾക്ക് വലുത്. നീ എന്ത് തീരുമാനിക്കുന്നോ അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം.
മനസ്സിലായോ നിനക്ക്? എന്നാ എന്റെ പൊന്നുമോളെ നിദ്രയെ പുൽകിക്കോളും. ചേച്ചി പോയി വിളിക്കട്ടെ. ആരെ വിളിക്കട്ടെ? നിദ്രാദേവിയെ, അല്ലാണ്ട് ആരാ? പോലെ എന്നാ പുൽകുന്നില്ലേ? അത് ഞാൻ പുൽകിക്കോളാം. അതല്ല പിന്നെ ഈ ക്രിസ്റ്റി എങ്ങനെയാ ആള്? ഈ ക്രിസ്റ്റിയ? ഏത് ക്രിസ്റ്റി? ഇതേ കലിപ്പിക്കണ. പിന്നെ നിനക്ക് എന്തടി? നീ പറയുന്നില്ലേ? ഭീഷണി. അതെനിക്ക് ഇഷ്ടമല്ലെന്നറിയാലോ. പിന്നെ എന്നാലും ഞാൻ പറയാം, ക്രിസ്റ്റി ഒരു വലിയ സംഭവമാണ്. അതെ അതെ അതെ, നീ കയ്യിന്നിടണ്ട, ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. ഞാൻ ആ ഓഫീസിൽ കാലകുത്തുന്നതിന് മുമ്പ് അന്നമ്മയും ക്രിസ്റ്റിയും ബെസ്റ്റ് ചങ്കളായിരുന്നു. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ആ 2 എന്നുള്ളത് 3 ആയി. അവരുടെ കൂട്ടത്തിൽ എല്ലാം കൂടി എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ എല്ലാത്തിനും ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് വില്ല എടുത്തു. എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ്. ഈ 2 കൊല്ലത്തിനിടയ്ക്ക് സാഡ് മൊമെന്റ്സ് ഉണ്ടാവാൻ അവരെന്നെ സമ്മതിച്ചിട്ടില്ല. ഇതുവരെ എൻ്റെ വീട്ടിലിരിക്കണത് മിസ് ചെയ്യണ രീതിയിൽ പോലും എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അവിടെ. കാരണം അത്രയും കെയറിങ് ആണ് എന്നെ. ക്രിസ്റ്റിയുടെ ലോകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റീനെ ചുറ്റി നിൽക്കുന്നത് ആരാണോ അതാണ് ക്രിസ്റ്റിയുടെ ലോകം. ഞാനും അന്നമ്മയാണ് ഇപ്പൊ ക്രിസ്റ്റിയുടെ ലോകം. പോരെ, ഇത് പോരെ? നീ എന്ത് ആളെ പറ്റി അറിയണ്ട നിനക്ക്? അങ്ങനെയാണ് കാര്യം. അപ്പൊ ക്രിസ്റ്റിക്ക് പ്രണയമൊന്നുമില്ലേ? പിന്നെ പ്രണയം മണ്ണാൻ കട്ട. അവൾക്ക് സ്പാർക്ക് നോക്കി നടന്ന് ഞങ്ങളുടെ ടൈം പോയത് മിച്ചം. അതെന്താ ഇതുവരെ ആരോടും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ലേ? അവൾ ആകെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത് എന്നോട് അന്നമ്മേനോട് മാത്രമാണ്. അപ്പോഴാണ് അവളുടെ പ്രേമം. അതെന്താ ബാക്കി ആരോട് സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയൂലേ? പിന്നെ അവളുടെ സോഫ്റ്റ് ആയിട്ടുള്ള സംസാരം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴിയിൽ കിടക്കുന്ന ആൾക്കാർ വരെ എണീറ്റോട്ടും. ഭയങ്കര സോഫ്റ്റ്നെസ് അല്ലേ? ഓ, പാശ് തൊട്ട് പുല്ല് തിന്നത്തുമില്ല, തിന്നണരെ കൊണ്ടിട്ട് തീറ്റിക്കത്തുമില്ല. അവളുടെ ഡെയിലി വരുന്ന പ്രപ്പോസൽ കാണണം മോളെ. പക്ഷെ അവക്ക് മാത്രം ആരോടും ഒരു ഫീലിങ്സും ഇല്ല. അതങ്ങനെ ഒരു ജന്തു. അതേതാണ് ആ പശു? ആ പശു നിന്റെ തന്ത സിദ്ധാർത്ഥ്. ആ പശുവിന്റെ പ്രൊഡക്ഷനിൽ ഇറങ്ങിയ പ്രൊഡക്റ്റാണ്, നീയൊന്നും മറക്കണ്ട. സോറി, ആ സംഭവം ഞാനങ്ങ് വിട്ടുപോയി കേട്ടോ. നിന്റെ തന്തക്ക് പറഞ്ഞല്ലോ, നിന്റെ കാവല അടിച്ചാൻ തിരിക്കും. ഇല്ല, വാദിനെ ഇപ്പൊ പ്രതിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നാളെയാക്കാം. ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നത്, ഞാൻ പോണം. പോട്ടെ തമ്പുരാട്ടെ, ഗുഡ് നൈറ്റ്. നാലാമത്തെ കോഴി ഇറങ്ങിയ പോലെ നിൽക്കാണ്ട് പോയി കിടന്നുറങ്ങടി. യാതൊരു കണക്ഷനും ഇല്ലാത്ത ഡ്രീമാണല്ലോ കർത്താവേ. ഇതെന്തുവാ ഇങ്ങനെ? അതും അവള് നടന്നത് തന്നെ. രാവിലെ തന്നെ എന്താണ് മോൾക്ക് ഒരു കണക്ഷൻ പ്രോബ്ലം? കണക്ഷൻ മാത്രല്ല, എന്റെ ഫിലമെന്റ് മൊത്തം അടിച്ചു പോയിരിക്കണേ. ഒരു ചായ കിട്ടുമോ? സോറി മോൾ, ഞാൻ ഇവിടുത്തെ സർവന്റ് അല്ല. ചായ വേണമെങ്കിൽ താഴെ പോയി കുടിയടി. എന്നാ അപ്പുവിനോട് ചോദിക്കാം. അപ്പു എണീറ്റു ആവോ? നീ ഒന്ന് പറഞ്ഞിട്ടുണ്ടാത്തിന് എന്തിനടി അപ്പൂനെ കയറി പിടിക്കുന്നത്? നിനക്ക് ചായ അല്ലേ വേണ്ടത്? ഞാൻ തരണ്ടാ. എന്റെ അന്നമ്മേ, നീ ഇങ്ങനെ അപവാദമൊന്നും പറഞ്ഞ് പരത്തല്ലേ. ഞാനെപ്പോഴാണ് അപ്പൂനെ കയറി പിടിച്ചത്? ആരെങ്കിലും കേട്ടാ സത്യമെന്ന് വിശ്വസിക്കൂലേ?
അന്ന് ഞാൻ നിന്നെ ഉടലോടെ സ്വർഗത്തിലേക്ക് അയക്കും. അന്നമ്മേ, എടി അന്നമ്മേ, നിനക്കിപ്പോ വല്ലാണ്ട് ചിന്ത കൂടുന്നുണ്ടോ എന്നൊരു സംശയം. എങ്ങനെ ചിന്തിക്കാണ്ടിരിക്കും, ലൈഫിന്റെ കാര്യമല്ലേ. നീ നടക്ക്, ചായയല്ലേ, വാ. അതെന്താ അന്നമ്മേ അങ്ങനെ ഒരു ടോക്ക്? നിന്റെ ഫിലമെന്റ് മാത്രമല്ല, ഫുള്ളായിട്ട് അടിച്ചു പോയിരിക്കണേ, വാ ചായ കുടിക്കാം. നീ നടന്നേ അങ്ങോട്ട്, നടക്ക്. അല്ല, ഇത് ആരൊക്കെയായി വന്നിരിക്കുന്ന? രാധികേ, ദേ ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ.